മലബാറിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ നാഴികക്കല്ലായി ചെക്യാട് കുറുവന്തേരിയിൽ പ്രവർത്തനമാരംഭിക്കുന്ന കടത്തനാട് എഡ്യൂസിറ്റിയുടെ ഓഫീസ് പാറക്കടവിൽ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ചെക്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഹമ്മദ് പുന്നക്കൽ ചടങ്ങിൽ അധ്യക്ഷനായി. വിദ്യാഭ്യാസ രംഗത്തെ പുതിയ സാധ്യതകൾ നാട്ടിൻപുറങ്ങളിൽ കൂടി വ്യാപകമാക്കേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണെന്ന് തങ്ങൾ പറഞ്ഞു. കുറുവന്തേരിയിൽ വിശാലമായ 12 ഏക്കർ ഭൂമിയിലാണ് ആദ്യഘട്ട നിർമ്മാണം ആരംഭിക്കുക. ഹയർ സെക്കൻഡറി സ്കൂൾ, മീഡിയ അക്കാദമി, ലോ അക്കാദമി, ഹോസ്റ്റൽ തുടങ്ങിയ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത്. രണ്ടാം ഘട്ട നിർമ്മാണം അടുത്ത വർഷം വളയത്തെ 8 ഏക്കറിൽ തുടങ്ങും. സിവിൽ സർവീസ് അക്കാദമി, സ്പോർട്സ് അക്കാദമി, ഏവിയേഷൻ അക്കാദമി എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. എൻ്റെ സുഹൃത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എപ്പോഴും നമുക്ക് അതുമായി ചേർന്നിരിക്കേണ്ടത് നമ്മുടെ ധാർമ്മികമായിട്ടുള്ളൊരു ചുമതല തന്നെയാണ്. സമൂഹത്തിൽ ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആരോടും പറഞ്ഞു കൊടുക്കണമെന്നില്ല. അതേ സമയത്ത് വിദ്യാഭ്യാസത്തെ എളുപ്പമാക്കുക എന്നുള്ളതാണ്. പുതിയ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ഒരു വലിയ ജംഗ്ഷനായിട്ട് മാറിയിരിക്കുക. നാനാ ഭാഗത്തു നിന്നും വിദ്യ കടന്നു വന്നുകൊണ്ട് ഓരോ കോഴ്സുകൾ, അതുപോലെ തന്നെ പുതിയ സംവിധാനങ്ങൾ, ഇതൊക്കെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ കടന്നു വരുമ്പോൾ അവിടെ കുട്ടികൾ അവർക്ക് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് അവരുടെ ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ അതിന് പ്രാപ്തരാക്കുന്ന വിധത്തിൽ അവർക്ക് ഉപദേശവും അവർക്ക് അതിനാവശ്യമായിട്ടുള്ള മറ്റ് കോഴ്സുകൾ, അതിനാവശ്യമായിട്ട് മറ്റ് പരിശീലനങ്ങൾ, ഇതൊക്കെ കൊടുക്കുക. അതാണ് മുതിർന്നവരായ നമുക്ക് ചെയ്യാനുള്ള കടമ. രക്ഷിതാക്കൾക്കും ഒറ്റയ്ക്ക് അതൊന്നും ചെയ്യാൻ സാധിച്ചു എന്ന് വരികയില്ല. അപ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു വിഭാഗത്തെ അത് ഏൽപ്പിച്ചു കഴിയുമ്പോൾ അത് കുട്ടികൾക്കും സഹായകരമാണ്, രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ അത് സഹായകരമാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു എഡ്യൂസിറ്റി പദ്ധതിയാണ് ഇപ്പോൾ കടത്തനാട് എഡ്യൂസിറ്റി മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചതിലേറെ സന്തോഷമുണ്ട്. നാട്ടിലും വിദേശത്തുമുള്ള സംരംഭകരുടെ പിന്തുണയോടെ 50 കോടി രൂപയുടെ വൻ വിദ്യാഭ്യാസ പദ്ധതിയാണിതെന്ന് CEO നിസാർ ഒളവണ്ണ പറഞ്ഞു. കടത്തനാട് എഡ്യൂസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ചെക്യാട് ഗ്രാമപഞ്ചായത്തിലെ മഞ്ഞപ്പള്ളിയിൽ അതുപോലെ തന്നെ വളയത്തുമായി 20 ഏക്കറിൽ വരുന്ന ഒരു വിദ്യാഭ്യാസ സമുച്ചയമാണ്. 2 പ്രദേശങ്ങളിലായി 20 ഏക്കർ സ്ഥലമാണ് ഇതിനു വേണ്ടി കണ്ടെത്തിയിട്ടുള്ളത്. ഇത് CBSE സ്കൂൾ മുതൽ സിവിൽ സർവീസ് അക്കാദമി, ഏവിയേഷൻ അക്കാദമി, ലോ അക്കാദമി, അതുപോലെ തന്നെ മീഡിയ അക്കാദമി, സ്പോർട്സ് അക്കാദമി, സിവിൽ സർവീസ് അക്കാദമി, ഹോസ്റ്റൽ, ഇങ്ങനെ മൊത്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 7ഓളം സ്ഥാപനങ്ങൾ ഒരു കുടക്കീഴിൽ വരിക എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്ത് ധാരാളം സ്ഥാപനങ്ങളുണ്ട്, ഞാൻ കൂടുതൽ സംസാരിക്കില്ല. പക്ഷേ എല്ലാം കൂടി ഒരു കുടക്കീഴിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഞങ്ങൾ ഈ നാദാപുരം തിരഞ്ഞെടുക്കാനുള്ള കാരണം നമുക്കറിയാം, സാമ്പത്തികമായി വലിയ അനുഗ്രഹം ലഭിച്ചൊരു മണ്ണാണ് സത്യത്തിൽ നാദാപുരവും പരിസരവും. പക്ഷേ ഒരു ഏകീകരിച്ച രൂപത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അപര്യാപ്തത ഈ പ്രദേശത്തുണ്ട് എന്ന് ഒരു 3 കൊല്ലം മുമ്പ് ഞങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പഠനമാണ് സത്യത്തിൽ ഇതുപോലുള്ള ഒരു വലിയ ചിന്തയിലേക്ക് വഴി നടത്തിയിട്ടുള്ളത്. ഇവിടെ ഈ സംവിധാനവുമായി നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ നേരത്തെ 6:30 മുതൽ വെച്ച പരിപാടിയിൽ ധാരാളം വിശിഷ്ടരായ നമ്മളെ സാമ്പത്തികമായി ഒക്കെ സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കുകയും തിരിച്ചു പോവുകയും ഉണ്ടായി. ഇപ്പോൾ വേദിയിലുള്ള പ്രിയങ്കരനായ നമ്മുടെ KP മുഹമ്മദ് സാഹിബ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നൗഷാദ് തീർക്കണ്ടി ഉൾപ്പെടെയുള്ള ആളുകളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇത് ഏതെങ്കിലും ഒരു ആളുകളുടെ ഒരു സംവിധാനമല്ല, നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഈ പ്രദേശത്ത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു വിപ്ലവമാണ് എന്ന ഒരാശയം നമ്മൾ കൈമാറിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വളരെ വേഗത്തിൽ തന്നെ ഏപ്രിൽ മാസത്തോടു കൂടി പണി ആരംഭിച്ച്
അടുത്ത ഡിസംബറിൽ ഇതിൻ്റെ ആദ്യ ഫേസ് നാടിന് സമർപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബ്രോഷർ പ്രകാശനം കെ പി ഗ്രൂപ്പ് ഓഫ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ കെ പി മുഹമ്മദ്, തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി പ്രതീഷിന് നൽകി നിർവഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ എം കെ അഷ്റഫ് സ്വാഗതം പറഞ്ഞു. സൂപ്പി നരിക്കാട്ടേരി, സി കെ സുബൈർ, യൂസുഫ് പൊയിലൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ.